അച്ഛനോട് ഈ സാധനത്തിന് കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ? കഴിക്കില്ലല്ലോ. ഒന്നിന്നേ അച്ഛാ, ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം. എനിക്ക് വയസ്സ് 34. മുടി നോക്കിയേ, എല്ലാം പോയി തുടങ്ങി. ഈ രണ്ടും കൂടി പോയിട്ടെങ്കിൽ ഭരത് ഗോപിയാവും. ഒപ്പനം പഠിച്ചവരൊക്കെ സുയിപ്പാക്കാൻ തുടങ്ങി. എവിടെ പോണു? പണിയുണ്ട്. എൻ്റെ ചങ്ങായി, എനിക്കൊരു പണി ശരിയായിട്ടുണ്ട്. ജപ്പാൻ കമ്പനിയിലേക്കാണ് ഞാൻ പോകുന്നു. അപ്പൊ ഞാനോ? അച്ഛൻ്റെ പോര്. ഞാനൊന്നുമില്ല ജപ്പാനിലേക്ക്. കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ. കണ്ട എല്ലാം ഒരേപോലെ ഇരിക്കും, ഒരുമാതിരി ചൈനക്കാരെ പോലെ. അച്ഛാ, ജപ്പാൻ കമ്പനിയാണെന്നുള്ളൂ, റഷ്യയിലാണ് ഓഫീസൊക്കെ. അതന്നെ ഒരു തട്ടിപ്പല്ലേ? ജപ്പാനിലെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ റഷ്യയിൽ പോയി കമ്പനി തുടങ്ങിയത്? പ്രാടാന്ന്. നീ കഞ്ഞിയും കുടിച്ചിട്ട് ഈടെങ്ങാനും വല്ല പണി കിട്ടും. അച്ഛനെ എഞ്ചിനീയർ ആക്കിയത് ഈ പയ്യനൊരു പണിക്ക് പോകാനാണോ? പിന്നെ റഷ്യ എവിടെയാനാ? 4 വർഷത്തെ കാര്യമുള്ളൂ. കുറെ മലയാളികളുണ്ട് അവിടെ, ചങ്ങായിമാരുണ്ട് അവിടെ. ഇടയ്ക്ക് വരാനും പറ്റും. അപ്പൊ ഞാൻ ചത്ത നീ വരുന്നവരെ നൈസിൽ ഇട്ട് വെക്കും. എനക്കൊന്നും പറ്റൂല തണുത്ത് കുറച്ച് ചാവാൻ. അച്ഛൻ പറഞ്ഞ തമാശ കളിക്കരുതാ. ഇനി ഈ പണിക്കൂടി ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് ധരിച്ച ഒരു മാനസിക രോഗിയായിട്ട് ഈ ഉത്തരത്തിനെ കെട്ടി തൂങ്ങും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു അടിപൊളി ഓംനേഷനോട് വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ പോവച്ചാ. ഞാൻ വീണ്ടും പറയുന്നത് ഹോംനെസ് അത്ര സേഫ് അല്ല. ഞാൻ പറയുന്നത് നമ്മളെ സീതേട്ടൻ്റെ അമ്മേനെ നോക്കുന്ന ഒരു പെണ്ണുങ്ങൾ നിന്നില്ലേ, കാർത്തികേയന്, അവരെ വിളിച്ചോ? അവര് വേണ്ട, പ്രായമായില്ലേ. ഞാൻ പറഞ്ഞ അതല്ല, ഈ പ്രായ പെണ്ണുങ്ങളെ വെച്ചാണ്ടല്ല, അവർക്ക് ഉണ്ടെങ്കിൽ സൂക്കേട് വന്നാൽ അവരെ നോക്കാൻ വേറെ ആളെ വെക്കേണ്ടി വരും. ഭാസ്കരനെ നോക്കാൻ വേണ്ടിട്ട് കാർത്തേനേച്ചി നോക്കാൻ വേറൊരു ഹോം നഴ്സ്, 3 ആളും കൂടി ആ വീട്ടിൽ നല്ല രസമായിരിക്കും. വേറെ ആൾ എന്തിന്? കാർത്തികേയനേച്ചി ഹോം നഴ്സ് ആണല്ലോ, അവർക്ക് എന്തെങ്കിലും പറ്റിയ അവർ തന്നെ അവരെ നോക്കിയോളില്ലേ. ഓ, ഒരാൾക്ക് ഇത്രയും വലിയ വീടാ? ആള് കുറെ ഉണ്ടായിനി, കുറെ ചത്തുപോയി, കുറെ പുറത്തു പോയി. എന്നാലും എന്തെന്നാലും ആള് കൂടുമ്പോ വീണ്ടും സൈസ് കൂട്ടാം, ആള് കുറയുമ്പോ വീണ്ടും സൈസ് കുറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വാ, എങ്ങനെയുണ്ട്? ഒന്നുമില്ലേടാ. കാർത്തികേയനേച്ചി എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളത് നിങ്ങളെ വെച്ചേക്കുന്നത്? ഒന്നുമില്ലാണ്ട് ഞാൻ എന്തുണ്ടാക്കാൻ? മിക്സിന്റെ ഇടാ, ഗ്രൈൻഡർ ഉണ്ടാ? ആ, അതാ രസം. മാമിന് ഒന്നും പറ്റൂലെന്ന്, എല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യണം. ടി വി ഇല്ലേടാ? നല്ലോണം ടി വി കാണാൻ മുട്ടുമ്പോ എന്റെ വീട്ടിലേക്ക് വാ, ടി വി കാണാൻ. സീരിയല് കാണാൻ എന്തായാലും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. എന്താ പറയാ, ജീവി ചെലവാകുമല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കേണ്ടി വരും. പക്ഷെ ഞാൻ മാമനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരൂ. എന്നാ നിങ്ങൾ മിണ്ടിയും പറഞ്ഞേക്ക് ഇരിക്കുക, ഞാനൊരു പോയി കൂട്ടിയിട്ട് വരാം. ഇല്ലേട്ടാ, 2 ദിവസമായല്ല കണ്ടിട്ട്. ചെറിയ പ്രശ്നം. ആ മറ്റേ പയ്യൻ വീട്ടിൽ ഓമനട്ടിന്റെ മുകളിൽ ഒരു ചുരിദാർ അടിക്കാൻ തന്നെ ചെറുങ്ങനൊന്ന് ടൈറ്റായി പോയി. വൈകുന്നേരം അവള് ഏട്ടം തല്ലാൻ വരുന്നിട്ട് അറിഞ്ഞു. ഇപ്പൊ 2 ദിവസം ഒളിവിലായി. വീട് തുറന്നിട്ടാ. പോലീസ് വിളിച്ചാ? ഞാൻ ബാക്കി തന്നില്ല. മണിയേട്ടാ, ഓ ചായ സ്ട്രോങ് അല്ലടോ. സ്ട്രോങ് തന്നെ, കുറക്കണ്ട. മുരളിയേട്ടാ, ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റിയിൽ നിന്ന് മുരളിയേട്ടനെ മാറ്റിയിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരി തന്നെയാ? അതെന്താ പറഞ്ഞു? അല്ല, പൊതു ചർച്ചയാണ്. അമ്പലത്തിന് മുരളിയേട്ടനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നാ പൊതുവേ പറയുന്നത്. ഏലക്കായിട്ടിനല്ലേ അനിയനല്ലേ? ശരി തന്നെ മുരളിയേട്ടത്. നീ ചായ കുടിക്കാൻ വന്നല്ലേ? ചായ കുടിച്ചോ. മണി, എനക്കൊരു ചായ. ഏലക്ക വേണ്ട കേട്ടോ. അതെന്താ? ഞാൻ നിന്റെ അനിയനല്ലോ. നല്ല മുഖപരിചയം. അതിന്റെ വീട്ടിലെ പുതിയ വാടകക്കാരാ, വയനാട്ടിൽ നിന്നാ. മോളെ പഠിത്തത്തിന്റെ ആവശ്യത്തിന് ഇങ്ങോട്ട് മാറിയതാ. ഓ അതെയോ? കുറച്ച് അറിവ് വേണ്ടേ? വാടകന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ട്. ഒരു ചായ എടുക്കട്ടെ? വേണ്ട.
കുടിക്കുന്നേ ആദ്യമായിട്ട് കട വന്നിട്ട് അല്ല അതല്ല മോള് വീട്ടിൽ ഒറ്റയ്ക്കല്ലോ. അതൊന്നും സാരമില്ല, ഒരു ചായ. നമ്മുടെ ചായ ഫേമസ് ചായ. എല്ലാവർക്കും കൊടുക്കൊരെണ്ണം. എന്നാ മധുരം വേണ്ട. ഇല്ല. ഏട്ടാ ഭാസ്കരനല്ലേ? അതെ. ഞാൻ രമണൻ. അതിന് എൻ്റെ ചന്ദ്ര സോപ്പ് നിങ്ങളുടെ അടുത്ത്? ഞാൻ എൻ്റെ സോപ്പൊന്നും എടുത്തിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞാൽ രാവിലെ ആൾ സോപ്പ് എടുത്ത് കിടന്നുണ്ട്. ആടെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചത് കണ്ടിട്ടില്ല. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ആകെ ഒരു സോപ്പാണ്. എൻ്റെ ഓള് പണിച്ചെന്ന്. എൻ്റെ ഓള് പണിച്ചെന്ന സോപ്പാണ്. ആള് നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് കാക്കയൊന്നും നോക്കിക്കൊണ്ട് പോവില്ല. ഇതുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിൽ പോയിട്ട് എൻ്റെ കാര്യം വീട്ടിൽ മാമന് ഷുഗർ വീണ്ടും കൂടിയിട്ടുണ്ടെന്ന് തോന്നല്ലോ മാമ. പ്രശ്നട്ടാ അല്ല, മെലിഞ്ഞ് കൊണ്ടാട്ടം പോലെ ആയിട്ടുണ്ട്. കാർത്തിയാനീച്ചി, ഒരാളെ ഇല്ലെന്ന് പറഞ്ഞിട്ടേ. ഒരാളെ ഇല്ലു, ഭാസ്കരേട്ടൻ. ഞാൻ ഇപ്പൊ പോവും, സുബ്രഹ്മണ്യൻ നാളെ പോവും. അല്ലെങ്കിൽ ഞാനിപ്പോ പോവേ. ആദ്യത്തെ ദിവസമായതുകൊണ്ടാ ഇത്രയും ചോറും കറി. ഇത് ഉന്നത് കൂടാതെ അങ്ങ് ധൈര്യമായിട്ട് കഴിച്ചോ സാറേ. എൻ്റെ അച്ഛൻ ആസലാം പേരിയാന്ന്. കാർത്തേച്ചി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടൻ പറ. അച്ഛന് കുറച്ച് നിബന്ധനകളുണ്ട്. ഈ മിക്സിയിലും ഗ്രൈൻഡറിലും അരച്ചത് പാടില്ല. 4 മണിക്ക് ചായ, 3 നേരം ഗുളിക, മുൻകോ കൊണ്ട് വച്ച വെക്കാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല, ഉപ്പ് അധികം പാടില്ല, പഞ്ചാര ഒട്ടും പാടില്ല, പിന്നെ ഞാനും പാടാൻ പാടില്ല. ഇതൊക്കെ അല്ലേ? അതൊക്കെ എങ്ങനെ മനസ്സിലായി? പ്രസന്റേറ്റം പറഞ്ഞതാണ്. അതൊക്കെ പറയാൻ അറിയട്ടാ. ഇങ്ങനെ എത്ര ബാധ വയ്പ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തെന്ന് എനിക്ക് സമാധാനമായി. നിനക്ക് സമാധാനമായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെ വേണം പോകാൻ. അച്ഛാ, ഇങ്ങനൊരു ചാൻസ് ഇനി കിട്ടൂല. അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ സങ്കടമില്ലാണ്ടൊന്നുമല്ല. അതെല്ലാം വെറുതെ. നിനക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ വെക്കോ. സത്യം കേട്ടോ. പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ. പശുവൊന്നുമല്ലല്ലോ. കാർത്തിയാനീച്ച മുളക് കൊണ്ടാട്ടം പാക്ക് ചെയ്തു. മാമനും പോകുന്നു റഷ്യയില്. പശുവിനെ ആര് നോക്കും? പശുവാണ് ഇപ്പൊ പ്രശ്നം. പിന്നെ പശുവൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ ഇവിടെ? അടയില്ലേ? ഒരു കുപ്പി തന്നൊന്തൊരു കുഴമ്പോലും കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട. ഞാനങ്ങോട്ടും വരുന്നുമില്ല, എനക്കൊരു തകരാറുമില്ല. തകരാറുള്ളവരാണോ മാമ റഷ്യ പോകുന്നത്? എന്റെ പ്രസന്റേറ്റാ. അല്ല, നിന്നെ ഉദ്ദേശിച്ചല്ല, എൻ്റെ ഒരു ഇന്റർനാഷണൽ ഡൗട്ട് ആയിരുന്നത്. നാട്ടിൽ നിൽക്കാൻ ധൈര്യമില്ലാത്തവരാ നാട് വിട്ടു പോകുന്നു.
പെണ്ണുങ്ങളൊക്കെ ഉള്ളു. എനക്ക് തന്നെ തോന്നുന്നില്ല അപ്പളാ പെണ്ണുങ്ങള് അകത്തുനിന്ന് കേക്കച്ച പുറത്ത് വെക്കാനുള്ളത്. കടുപ്പം കാര്യം. അത് സാരമില്ല തന്നെ, വലിയ ദുരുദ്ദേശമൊന്നുമില്ലല്ലോ. ഇല്ലല്ല. നല്ല ചിരിയാണല്ലോ. ഒരു ഫോട്ടോ എടുക്കട്ടെ? ഭയങ്കര ചിരിയാണല്ലോ. ചിരിച്ച Hey, Valapalam, how come I was not informed that the IC is not in supply? With this kind of irresponsible behavior, we are not going anywhere forward. What's wrong with you? You should be more meticulous about things like this. Вежливы. Уступайте места инвалидам, пожилым людям, пассажирам с детьми. Двери закрываются. Следующая станция — Чистые пруды. Уважаемые пассажиры, будьте взаимно вежливы. Hello? Hi. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അറിഞ്ഞില്ലേ? ദൈവമേ, ആക്രമിക്കാൻ വന്നെയായിരിക്കോ? Subramaniam, right? Yes, yes. Hi. Hitomi, technical coordinator. You are a Malayali, right? Yes, yes. എനിക്ക് കണ്ടപ്പോഴേ തൊണ്ണി മലയാളിയാണ്. മലയാളം മലയാളം എങ്ങനെ അറിയാം? I'm born in both of here. But എൻ്റെ പാപ്പ മലയാളിയാണ്. വീണു. വീണു? എങ്ങനെ വീണു? വീണു. VENU. വീണു. വീണു. And my mom is from Japan. International. Funny. ജനിച്ചിട്ടും വളർന്നതും ഈടാണെങ്കിലും എൻ്റെ മനസ്സിൽ ഞാനൊരു മലയാളിയാണ്. പാപ്പ അങ്ങനെ വളർത്തിയാൽ. അത് മലയാളം കേട്ടപ്പോഴേ മനസ്സിലായി. താങ്ക് യു. മലയാളം പറയാൻ ഒരാളെ കിട്ടാൻ വെയിറ്റ് ചെയ്യുവായിരുന്നു. നാട്ടിൽ പോകാറുണ്ട്? അല്ല സുബ്രഹ്മണി, ചാൻസ് കിട്ടില്ല. പാപ്പ മരിച്ചു, ഇനി നാട്ടിൽ ആരുമില്ല. അച്ഛൻ പറ്റി? പാപ്പ വാസ് an Alzheimer's patient. അപ്പം എങ്ങനെയായിരുന്നു അച്ഛനെ നോക്കിയിരുന്നു? ഒരു ഹോം നഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പബ്ബിലൊക്കെ പോയി വീട്ടിൽ എത്തുമ്പോഴേക്കും രാത്രിയാക്കുമല്ലോ സുബ്രഹ്മണി. ചുപ്പെന്ന് വിളിച്ചോ? അതാകുമ്പോൾ നാക്കും പഠിക്കേണ്ട, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. We Malayalis are so funny. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി, അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി, നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിട്ട് ഓടി അരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മ മരിക്കുന്നത്. കളത്തിൽ വഴുതി കണ്ടു. അതിനുശേഷം അച്ഛന് എപ്പോഴും പേടിയാണ്, അച്ഛനെന്തെങ്കിലും പറ്റുമെന്ന്. കൊച്ചിയിലും ബാംഗ്ലൂരിലും 4 കമ്പനിയിലാണ് ജോലി ചെയ്തിട്ടുണ്ട്.
മാക്സിമം ഒരു 3 മാസം. അപ്പോഴത്തേക്കും അച്ഛൻ എന്തെങ്കിലും വിഷമം പറഞ്ഞ് എന്നെ വീട്ടിൽ വിളിക്കും. വേറെ ചൊറിയൊന്നുമില്ല കേട്ടോ. എപ്പോഴും ഒപ്പിനെ വേണം അച്ഛൻ്റെ കൂടെ. ഇതിങ്ങനെ പോയാൽ ശരിയാകും വിചാരിച്ചിട്ടാണ് ഞാൻ അച്ഛനത്തെ വഴക്കിട്ടിട്ട് ഇവിടെ ജോലിക്ക് വന്നത്. പാവം അച്ഛൻ.